സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ പ്രതികളാണ് ഗൂഢാലോചന കേസിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും. പക്ഷേ അപ്പോഴും നിയമം അവർക്ക് നൽകുന്ന അവകാശങ്ങളുണ്ട്. അത് നീതിന്യായ സംവിധാനം തന്നെ നിഷേധിക്കുന്നു എന്നാണ് CPM ഉന്നയിക്കുന്ന വിമർശനം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള അവകാശവും പ്രധാനമാണ്. അത് തെളിയിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സുരേന്ദ്രൻ ഒരു അല്പനേരം കൂടി തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സുരേന്ദ്രൻ ഒരു അല്പനേരം കൂടി തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1.5 വർഷമാണ് ഇരുവരും ജയിലിൽ കിടന്നത്. ഏതാണ്ട് 5 വർഷമാണ് നാട് കടത്തൽ. 11 വർഷമായിട്ടുള്ളൊരു കേസാണെന്ന് ആലോചിച്ച് പോകണം. അവരുടെ എല്ലാവിധ ജീവിക്കാനുള്ള അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. നിങ്ങൾ എന്ത് തൊഴിലെടുത്ത് എവിടെ ജീവിക്കണം എന്ന് നിങ്ങളെ നാട് കടത്തുമ്പോൾ ഒരു നീതിന്യായ സംവിധാനം അഡ്രസ്സ് ചെയ്യുന്നതേയില്ല. അങ്ങനെയുള്ള ചില പൗരാവകാശങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് CPMൻ്റെ കണ്ണിലൂടെ മാത്രം കാണുമ്പോൾ ശരിയാകുന്ന ഒന്നാണോ? അല്ല, അത് തീർച്ചയായിട്ടും ശരിയാണ് വേണു. അത് മദനിയുടെ കാര്യം മുതൽ നമുക്ക് ആരംഭിക്കാം. ഇന്ത്യയിൽ ഈ വിചാരണ പ്രക്രിയ വൈകുന്നതനുസരിച്ച് നിരപരാധികളെന്ന് പിന്നീട് വിധിക്കപ്പെട്ടാൽ പോലും നീതി നിഷേധിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അത് വേറൊരു വലിയ വിഷയമാണ്. പക്ഷേ ഇവിടെ ഞാനൊരു പോയിന്റ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഒരാൾ പുറത്ത് വന്നിട്ട് ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പുറത്തു വരുന്നു. അതെൻ്റെ ശബ്ദമല്ല എന്ന് അദ്ദേഹം പോലും പറയുന്നില്ല. മാത്രമല്ല, ഞാൻ ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും പോളിഗ്രാഫ് ടെസ്റ്റിന് പോലും തയ്യാറാണെന്ന് അദ്ദേഹവും പറയുന്നു. ആ സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസി ഇതും കൂടി അന്വേഷിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ കോടതിക്ക് പോസ്റ്റ് കോഗ്നിസൻസ് ആയതുകൊണ്ട് കോടതിക്ക് അതിന് ഡയറക്റ്റ് ചെയ്യാൻ പരിമിതിയുണ്ട്. അതിനപ്പുറത്ത് കോടതി നടത്തിയ ഇന്നത്തെ നിരീക്ഷണങ്ങൾ സത്യത്തിൽ അത് പരിശോധിച്ചിട്ട് നടത്തേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കോടതിക്ക് ഇത് അന്വേഷിക്കണം, തുടരന്വേഷണം വേണമെന്ന് ഇന്ന് ഉത്തരവിടാൻ പരിമിതിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അതില്ല. അതും കൂടി പരിശോധിച്ച് ഇപ്പോഴുള്ള കൺഫ്യൂഷനും കൂടി മാറ്റി അവർക്ക് ബോധ്യമാകുന്ന കുറ്റപത്രമാണല്ലോ കോടതിയിൽ സമർപ്പിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള പോയിന്റ്. അതേസമയം ഞാൻ നേരത്തെ ഒരു കാര്യം കൂടി പറയട്ടെ. സുരേന്ദ്രൻ ഉന്നയിച്ച ഒരു വിഷയമുണ്ട്. ഇത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത കേസാണ് എന്നുള്ളതും ഈ പ്രതിസ്ഥാനത്ത് വന്നതാണെന്നുള്ളതും വളരെ സുപ്രധാനമായ കാര്യം തന്നെയാണ്. അത് നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രിക്ക് അറിവുള്ളതാണ് എന്നും വേണം അനുമാനിക്കാൻ. കാര്യം ഇത്ര സുപ്രധാനമായ ഒരു കേസാണ്, ഇത്ര ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരാണ്. അത് CBIക്ക് കേസ് വിടുന്നതിന് ദിവസങ്ങൾ മുൻപാണ് ഇവർ പ്രതി ചേർക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വന്നൊരു കേസ്, അതിൻ്റെ എല്ലാ അന്വേഷണ ഘട്ടത്തിലും അവരായിരുന്നു പ്രതിസ്ഥാനത്തുണ്ടായിരുന്നതെന്നുള്ളത് ഒരു വിഷയം. 2, ഇവിടെ വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന DGPയോട്, അന്ന് ലോക്നാഥ് ബെഹ്റ DGP ആയിരിക്കുമ്പോൾ ഇത് സംബന്ധിച്ച വിവരം ഇങ്ങനെ തെളിവ് കിട്ടിയിട്ടുണ്ടോ, പവിത്രൻ വധക്കേസിൽ തെളിവ് കിട്ടിയിട്ടുണ്ടോ, അത് CBIക്ക് കൈമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഈ ഓഫീസിൽ ലഭ്യമല്ല എന്നാണ് കൊടുത്ത വിവരാവകാശ നിയമം പ്രകാരമുള്ള മറുപടി. എന്നിട്ടത് SP ഓഫീസിലേക്ക് ഡയറക്റ്റ് ചെയ്തു. SP ഓഫീസിൽ നിന്നും അങ്ങനെ തന്നെ മറുപടി ലഭിച്ചു. ഈ 2 വിവരാവകാശ CBIക്ക് ഈ വിവരം കൈമാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതിൻ്റെ വിവരങ്ങൾ ഈ ഓഫീസിൽ ലഭ്യമല്ല, നിങ്ങൾ ചോദിക്കുന്ന വിവരങ്ങൾ കോൺഫിഡൻഷ്യൽ സ്വഭാവമുള്ളതാണെങ്കിൽ തരാൻ കഴിയില്ല, എന്നാലും SP ഓഫീസിലേക്ക് അയക്കുന്നു. അവിടെയും പറയുന്നു അവിടെ വിവരം ലഭ്യമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ വിവരം DGP ഓഫീസിൽ ലഭ്യമല്ല എന്നാണ് പറഞ്ഞിരുന്നത് 1. 2, വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ഒരാൾക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം തന്നെ അനുമാനിക്കാൻ. പക്ഷേ ഈ സാങ്കേതികത്വങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഇങ്ങനൊരു വശമുണ്ടെങ്കിൽ അതും കൂടി അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ പോയിന്റ്. ഇതിൽ തീർച്ചയായിട്ടും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വന്ന കേസിൽ. അത് മാത്രമല്ല, ഇത് കോടതിക്ക് ഈ ഘട്ടത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെ ആയിരിക്കണം ഈ വാദിക്ക് പോലും ലഭിച്ച നിയമോപദേശവും. ശരി, ഞാൻ വരാം മനോജ്. ശ്രീ സുരേന്ദ്രൻ, ഈ വിവരാവകാശ പ്രകാരം ഇത്ര ഗൗരവതരമായൊരു രേഖ ഈ പറയുന്ന ഫസലിൻ്റെ സഹോദരന് കിട്ടിയതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? പ്രത്യേകിച്ച് വിവരാവകാശ പ്രകാരം തീരുമാനങ്ങൾ നൽകുന്നതിൽ വിമുഖതയുള്ളൊരു സർക്കാർ, ആ കാര്യത്തിൽ നിയമപരമായ വ്യക്തതയ്ക്ക് വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു സർക്കാർ, അനിതര സാധാരണമായ ഒരു തിടുക്കത്തോടെ ഇത്തരമൊരു പ്രധാനപ്പെട്ട രേഖ, അതും അന്വേഷണ പുരോഗതിയുടെ ഒരു ഘട്ടത്തിലിരിക്കെ ബന്ധപ്പെട്ട ഒരാളിന് നൽകുന്നത് യാദൃച്ഛികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് വളരെ ആസൂത്രിതമായിട്ട് കൊല്ലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കഥ, അത് വളരെ നല്ല നിലയിൽ സംവിധാനം ചെയ്ത് കോടതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ വേണം, ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു വിവരം സദാനന്ദനും പ്രിൻസ് അബ്രഹാമിനും കിട്ടിയാൽ, അതായത് ഈ പറയുന്ന സുബീഷാണ് ഈ കൊലപാതകം നടത്തിയത്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സുബീഷിന്റെ മൊഴിയും കുറ്റപത്രങ്ങളും, ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല.
എന്തായിരുന്നു ശരിക്കും സദാനന്ദനും പ്രിൻസും ചെയ്യേണ്ടിയിരുന്നത്? അപ്പൊ ഇത് ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. ഇത് പൊളിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, അവസാന ഘട്ടത്തിൽ കോടതിയെ സംശയത്തിന്റെ മുന്നിൽ നിർത്തി കേസ് പൊളിക്കാൻ നടത്തിയ ഒരു ശ്രമത്തിന് CBI കൂട്ടുനിൽക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? കൃത്യമായിട്ട് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തി വിചാരണാഘട്ടം പൂർത്തിയാക്കുന്ന ഒരു കേസിൽ ഏതെങ്കിലും ഒരാളുടെ മൊഴിയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു കോടതി സമ്മതിക്കും ലോകത്ത്? എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? എന്ത് വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പോലീസ് ചെയ്യേണ്ട കാര്യമാണ് ചെയ്തതെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ല ചെയ്തത്. പോലീസ് രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്തത്. എത്ര ഈ CD എവിടെയായിരുന്നു? ഇവർ പറയുന്ന 1.5 കൊല്ലം മുമ്പ് ഓഡിയോ ടാപ്പ് ഉണ്ടായിരുന്നു. എന്താ ആ ഓഡിയോ ടാപ്പ് CBIക്ക് കൈമാറിയില്ല? ആ ഘട്ടത്തിൽ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അത് ചർച്ചാ വിഷയമായില്ല. എന്തേ ഗവൺമെന്റ് വരാൻ കാത്തിരുന്നു? എന്തേ ഇങ്ങനെ ഒരു കൊലപാതക കേസിൽ ഒരു പ്രതിയെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആസൂത്രണം നടത്തി, ഒരു ശ്രമം നടത്തി? ഇത് വളരെ പ്ലാൻഡ് ആണ്. ഇതിന് സദാനന്ദനും പ്രിൻസും മറുപടി പറയേണ്ടി വരും നിയമത്തിന്റെ വഴിയിൽ. ഞങ്ങൾ അവരെ രണ്ടുപേരെയും വിടാൻ പോകുന്നില്ല. കൃത്യമായിട്ട് അവരെ നിയമ വഴിയിൽ തന്നെ ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഞങ്ങൾ എടുക്കും. ശരി സുരേന്ദ്രൻ. ശ്രീ PM മനോജ് മറുപടി. അതായത് ഇപ്പോൾ സുരേന്ദ്രൻ അവസാനം പറഞ്ഞ സദാനന്ദനും പ്രിൻസും മറുപടി പറയേണ്ടി വരും. ഇത് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയതാണ്. മൈൻഡ് ഇറ്റ്, ഏത് നിങ്ങൾ റിട്ടയർ ചെയ്താൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ അത് അവരുടെ രീതി. അവർ കേരള പോലീസിനെ പരസ്യമായിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് BJP. ആ BJPയുടെ ഭരണസ്വാധീനം ഉപയോഗിച്ച് CBI എങ്ങനെ ഒക്കെ ദുരുപയോഗിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ നിങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനകത്ത് അവിടെയാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറയുന്ന മലദ്വാരത്തിൽ കമ്പി കയറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോട്. ഉറപ്പായിട്ടും കേരളത്തിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ട്, അതൊന്നുമല്ല, അത്രയൊന്നുമല്ല, ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെയല്ലോ ഇത് പരസ്യമായിട്ട് ഇതെങ്ങനെയാണ് വരുന്നത്? നിയമപരമായിട്ട് വിവരാവകാശ നിയമം അനുസരിച്ച് കൊടുക്കാൻ അവർക്ക് കഴിയുന്ന കാര്യങ്ങളാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് വിവരാവകാശ നിയമം അനുസരിച്ച് അതിൻ്റെ 3-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അതിൽ 8-ാം വകുപ്പ് പറയുന്നത് ദർ ഷാൾ ബി നോ ഒബ്ലിഗേഷൻ എന്നാണ് പറയുന്നത്. കൊടുക്കരുതെന്നല്ല പറയുന്നത്, കൊടുക്കാൻ ബാധ്യതയില്ല. ഇവർക്ക് തോന്നുന്നു ഈ പ്രത്യേക 8-ാം വകുപ്പിൽ പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട്, 9 മറ്റോ കാര്യങ്ങളുണ്ട്, അതിൽ പറ്റുന്നതാണ് എന്ന് തോന്നുന്നു. ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇവർ കൊടുക്കരുത് എന്നൊരു വിലക്കില്ല. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമപ്രകാരം അവർ കൃത്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്തത് എങ്ങനെയാണ്? ഈ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്, മോഹനം കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മൊഴി കിട്ടുന്നു. ആ മൊഴി റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്ത് DGPക്ക് അയക്കുന്നു. DGP അത് CBIക്ക് കൈമാറുന്നു. CBIക്ക് ഒഫീഷ്യലായിട്ടാണ് കൈമാറിയത്. അങ്ങനെ കൃത്യമായി ഒഫീഷ്യൽ റൂട്ടിലാണ് CBIയുടെ കയ്യിലെത്തിച്ചെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി CBI അത് പരിശോധിച്ചിട്ട് വേണ്ടത് ഒരു അന്വേഷണ സംഘത്തിന് അയക്കുകയാണ്. അന്വേഷണ സംഘം പോയി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പേരുകളിൽ ഒരാളെ പോലും CBI ചോദ്യം ചെയ്തില്ല, ഒരു അന്വേഷണം നടത്തിയില്ല. അവിടെ പോയിട്ട് 5 മീറ്ററാണോ 6 മീറ്ററാണോ റോഡ് എന്ന് അളന്നിട്ട് എന്നിട്ട് അവരൊരു നിഗമനത്തിലെത്തുകയാണ് ഇതൊക്കെ തെറ്റാണെന്ന്. നേരത്തെ പറഞ്ഞ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യമുണ്ട്. പക്ഷേ CBI ഇപ്പോൾ കൊടുത്ത കുറ്റപത്രം, ആ കുറ്റപത്രവും നേരത്തെ പറഞ്ഞ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയ മൊഴികളുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യത്തെ 2 സാക്ഷികൾ, ഇൻക്വസ്റ്റ് സാക്ഷികൾ, അത് കഴിഞ്ഞ് ലിബർട്ടി ക്വാർട്ടേഴ്സിന് മുമ്പിൽ വന്ന സാക്ഷികൾ, ഇവരൊക്കെ അന്ന് കണ്ടു, ഇന്ന് കണ്ടില്ല, ഇന്ന് കണ്ടില്ല, അന്ന് കണ്ടു, ഇങ്ങനെ മാറ്റി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ കേസിലുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ കേസിൽ പുതുതായിട്ട് വന്ന ഈ വിവരം വെച്ച് അത് ശരിയോ തെറ്റോ എന്ന പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്താനുള്ള കർത്തവ്യം, ബാധ്യത നമ്മുടെ ഒരു നിയമം അനുശാസിക്കുന്നത് എന്താ? 1000 കുറ്റവാളികളെ വെറുതെ വിട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം. അത് CBI മറന്നുപോയി എന്നതാണ് ഈ കേസിൽ വന്ന അപകടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ വേഗം ഒരു ഇടവേളയിൽ കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ നൂറുൽ അമീൻ, ഇപ്പോൾ ഈ കാര്യത്തിൽ മേൽക്കോടതികളിലേക്ക് പോകുമെന്നാണ് ബന്ധപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ കാരായി ചന്ദ്രശേഖരൻ്റെയും കാരായി രാജൻ്റെ അഭിഭാഷകരല്ല, ഈ പറയുന്ന ഫസലിൻ്റെ സഹോദരൻ തന്നെ തുടർ നിയമയുദ്ധത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. കോടതി അതിൻ്റെ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ പോയതിൽ സങ്കടമുണ്ട് എന്നാണ് K. വിശ്വൻ ഇന്ന് പറഞ്ഞത്, CPMൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യത്തിൽ തുടർന്നും നിയമ നടപടികൾ ഉണ്ടാകും. അതിനെ പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയാണ് സമീപിക്കുന്നത്? നിയമ നടപടികൾ ഇത്ര മുന്നോട്ട് പോകുന്നതിന് യാതൊരു തരത്തിലുള്ള എതിർപ്പും പോപ്പുലർ ഫ്രണ്ടിനില്ല.
നേരത്തെ പറഞ്ഞ ഒരു കാര്യം മുഴുവനാക്കാൻ എന്നെ അനുവദിക്കുക. ഇവിടെ ഒരു സഹോദരൻ, ഫസലിൻ്റെ ഒരു സഹോദരൻ എന്തുകൊണ്ട് ഞങ്ങൾ അവിശ്വസിക്കുന്നു എന്നാണ് ഞാൻ വേണുവിനോട് പറയാൻ ശ്രമിക്കുന്നത്. അതൊന്ന് കേൾക്കുക. ഈ ഫസലിൻ്റെ സഹോദരൻ എന്ന് പറയുന്നയാൾ ഈ വിഷയത്തിൽ ഇന്നേ വരെ കേസിൽ ഏതെങ്കിലും തരത്തിൽ താല്പര്യം കാണിക്കുകയോ അതിൽ ഇടപെടുകയോ അതിനെ സഹായിക്കുകയോ ചെയ്ത ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു മൊഴിയുണ്ട്, ഈ RSS ആണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻ ചരിത്രം വെച്ച് ഫസലിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് എത്ര താല്പര്യമുണ്ടെന്ന് സാമാന്യ ബുദ്ധി വെച്ച് ഞങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. അതുകൊണ്ട് അത് വിശ്വസനീയമല്ല എന്നാണ് ഞങ്ങൾ ഒന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കേസിൽ CPM-കാരാണ് പ്രതികൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം മറിയു CBI അന്വേഷണം ആവശ്യപ്പെട്ട ഒന്നാം ഘട്ടത്തിൽ ചെന്നപ്പോൾ ഞാൻ ഇപ്പം അന്വേഷിക്കുന്നുണ്ട്, കാര്യങ്ങൾ കൃത്യമാണ് എന്ന് പറഞ്ഞ് അത് അന്വേഷണം തടസ്സപ്പെടുത്തുകയും 2 ആഴ്ചക്കകം പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് അവിടെ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് 5 മാസത്തിന് ശേഷം വീണ്ടും ഇടതുപക്ഷം ഭരിക്കുന്ന കോടിയേരി അറസ്റ്റ് ചെയ്തത് CPM-കാരെ തന്നെയാണ്. ആ CPM-കാരെ അറസ്റ്റ് ചെയ്തത് അത് വീണ്ടും പ്രതികളിലേക്ക്, ശരിയായ പ്രതികളിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നിയപ്പോൾ മറിയു വീണ്ടും ഹൈക്കോടതിയെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമീപിച്ചപ്പോൾ ഞങ്ങൾ യഥാർത്ഥ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന് കോടതിയിൽ മൊഴി നൽകിയത്, കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ കുപ്പി സുരേഷ് എന്ന് പറയുന്ന വ്യക്തി പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാനാണ് ഇത് ചെയ്തതെന്ന് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം ഈ പറയുന്ന സാഹചര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൈക്കോടതിയിൽ ഈ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജി വാദം കേട്ട് തീരുമാനമാവാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ്, വിധി പറയാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മൊഴി വരുന്നത്. ഈ മൊഴി വരുന്ന സാഹചര്യം, അതും ഇടതുപക്ഷം ഭരിക്കുന്നിടത്ത് പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതി, അതും ഇതുവരെയുള്ള തെളിവുകൾ വെച്ചിട്ട് അതിനെ മറികടക്കാൻ മാത്രം പ്രബലമല്ല. CBIയുടെ വിശ്വാസ്യത കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സെൽഫ് ഗോളിലേക്ക് CPM എത്തിയോ? ഇല്ല, തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതുകൊണ്ട് കൊടുത്ത ചാർജ് ഷീറ്റിന് യാതൊന്നും സംഭവിക്കുന്നില്ല. അത് അന്വേഷിച്ച് തിരുത്തലൊന്നും ഇല്ലെങ്കിൽ അതങ്ങ് തള്ളിക്കളയേ വേണ്ടൂ. കോടതി അത് ആവശ്യപ്പെടുക പോലുമില്ല. അത് അവരുടെ പ്രൊറഗേറ്റീവാണ്. അപ്പോൾ ഇത്തരം ഒരു വിവരം വന്നപ്പോൾ അതും കൂടി അന്വേഷിക്കേണ്ടതാണ്. അതോടുകൂടി ഈ കൺഫ്യൂഷൻ അവസാനിക്കുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെലവൻ്റാണ്. ഇത് ആദ്യം പ്രതി ചേർത്തത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അതിന് സത്യത്തിൽ സാറ്റിസ്ഫാക്ടറി ആയ ഒരു ഉത്തരവും പറയാൻ ഇതുവരെയും CPM-ന് കഴിഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്, ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ഈ രേഖകൾ വന്നതും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഇടപെടലും പറഞ്ഞു. ആ രേഖകൾ തീർച്ചയായിട്ടും CPM-ൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോട് കൂടിയാണ് കിട്ടിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതിന് തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇതേ രേഖ മുൻപ് ചോദിച്ചപ്പോൾ, അത് മനോജ് പറഞ്ഞതിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. മുൻപൊരാൾ ചോദിച്ചപ്പോൾ നൽകാൻ കഴിയില്ല എന്ന് പറയുന്ന രേഖ ഇപ്പോൾ നൽകി എന്ന് പറയുമ്പോൾ അതിലൊരു ഇടപെടലുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് വസ്തുത അന്വേഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് അന്വേഷിക്കണ്ടേ എന്നുള്ളത് മാത്രമാണ് എൻ്റെ പോയിന്റ്. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.